ഡൽഹി മദ്യനയ കേസിൽ കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ 6 മാസം ജയിലിലടച്ചു. ഞാൻ കള്ളനാണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇപ്പോൾ സത്യം വിജയിച്ചുവെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഇപ്പോൾ ഈ കേസിലെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സത്യം വിജയിക്കുമെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. അമിത്ഷായും മോദിജിയും ചേർന്ന് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി. ഞങ്ങളുടെ പാർട്ടിയിലെ 5 വലിയ നേതാക്കളെ ജയിലിലടച്ചു. അന്നത്തെ മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്നും വലിച്ചിഴച്ച് ജയിലിലടച്ചു. കേജ്രിവാൾ അഴിമതിക്കാരനല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധത മാത്രമേ പുലർത്തിയിട്ടുള്ളൂ. കേജ്രിവാളും മനീഷ് സിസോദിയയും ആം ആദ്മി പാർട്ടിയും സത്യസന്ധരാണെന്ന് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഡൽഹി മദ്യനയ കേസിൽ റോസ് അവന്യൂ കോടതിയാണ് കേജ്രിവാളിനെയും മനീഷ് സിസോദിയയെയും കുറ്റവിമുക്തരാക്കിയത്. കുറ്റപത്രത്തിൽ ഇവർക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. റോസ് അവന്യൂ കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജി ജിതേന്ദർ സിംഗിന്റേതാണ് ഈ സുപ്രധാനമായ വിധി. കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 23 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ കോടതി CBIക്കെതിരെ രൂക്ഷമായ വിമർശനവും നടത്തി. 1000-ലേറെ പേജുകളുള്ള കുറ്റപത്രത്തിൽ നിരവധി പോരായ്മകളുണ്ടെന്നും സാക്ഷിമൊഴികളോ തെളിവുകളോ അതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇതോടെ BJP സർക്കാർ തുടക്കമിട്ട രാഷ്ട്രീയ പകപോക്കൽ കേസുകളുടെ പരമ്പരയിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴിവെച്ച ഡൽഹി മദ്യനയ അഴിമതി ആരോപണ കേസ് ഡൽഹി ഭരണം തന്നെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഈ കേസിൽ BJP സർക്കാരുകളുടെ രാഷ്ട്രീയ പകപോക്കൽ കുതന്ത്രങ്ങൾ തുടക്കത്തിലെ പ്രകടമായിരുന്നു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും വേട്ടയാടുന്നതും സമ്മർദ്ദം ചെലുത്തി അവരെ BJPയിലേക്ക് ചാടിക്കുന്നതും പതിവാക്കിയിരുന്നു സർക്കാർ. അതിനെതിരെ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെയും CBIയുടെയും രാഷ്ട്രീയ പൊള്ളത്തരം തുറന്നു കാട്ടി ഇപ്പോൾ മദ്യനയ കേസിലെ വിധി പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കെട്ടിച്ചമച്ച കേസെന്നാണ് വിധിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത്. കേസിൽ കെജ്രിവാൾ 156 ദിവസമാണ് ജയിലിൽ കിടന്നത്. മനീഷ് സിസോദിയ 530 ദിവസത്തിലധികവും ജയിലിൽ കഴിഞ്ഞു. ജയിലിനകത്ത് ഇരുവരും നേരിട്ട പീഡനങ്ങളും വാർത്തകളിലൂടെ പുറം ലോകം അറിഞ്ഞിരുന്നു. 2021-22 ഡൽഹി മദ്യനയ രൂപീകരണത്തിൽ അഴിമതി നടന്നുവെന്ന് ആരോപിച്ച് 22 ഓഗസ്റ്റിലാണ് CBI FIR രജിസ്റ്റർ ചെയ്യുന്നത്. മദ്യലോബികളെ സഹായിക്കാനായി നയത്തിൽ മാറ്റം വരുത്തി അതിലൂടെ 100 കോടി രൂപയുടെ കൈക്കൂലി ലഭിച്ചെന്നുമായിരുന്നു ആരോപണം. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ BK സക്സേനയുടെ പരാതിയെ തുടർന്നായിരുന്നു അന്ന് അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു മുഖ്യമന്ത്രിയെ യാതൊരു തെളിവും ഇല്ലെങ്കിലും കുറെ കാലം അകത്തിടുക എന്ന ലക്ഷ്യത്തോടെ മാത്രം കേന്ദ്ര സർക്കാർ കരുക്കൾ നീക്കുമ്പോൾ ഏറ്റവും അധമമായ ഒരു രാഷ്ട്രീയമാണ് അവിടെ കാണുന്നത്. ശരിക്കും BJP ദുഷ്ടലാക്കോടെ നടത്തിയ ആ നീക്കം വിജയിച്ചു എന്ന് വേണം പറയാൻ. ഏറെ പ്രതീക്ഷകളുമായി വന്ന ആം ആദ്മി പാർട്ടിയെ ഏറെക്കുറെ ഇല്ലാതാക്കാൻ ഈ കേസിലൂടെ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ എത്രമാത്രം ശത്രുത ഉണ്ടായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ആസൂത്രിതമായ കുറ്റമാണ് BJP സർക്കാർ അരവിന്ദ് കെജ്രിവാളിനോടും ആം ആദ്മി പാർട്ടിയോടും ചെയ്തിരിക്കുന്നത്. വിചാരണ കോടതിയുടെ ഈ ഉത്തരവിനെതിരെ CBI ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ CBIയുടെ കേസ് ഏറ്റവും ദുർബലവും രാഷ്ട്രീയ പ്രേരിതവും ആയിരുന്നു എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. വിചാരണ പോലും നടത്താതെ വിധിയിലേക്ക് എത്തിയ ഒരു കേസ് എത്രമാത്രം ദുർബലമാണെന്ന് CBIക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും.